ഹായ് ഓൾ, എൻ്റെ പേര് മിനു ചാക്കോ. ഞാൻ ആൽഫ പീഡിയാട്രിക് റീഹാബിലിറ്റേഷൻ സെൻ്ററിലെ സ്പീച്ച് തെറാപ്പിസ്റ്റാണ്. മാർച്ച് 21 വേൾഡ് ഡൗൺ സിൻഡ്രോം ഡേ. എന്താണ് ഡൗൺ സിൻഡ്രോം എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? 1960 കാലയളവിൽ ഡൗൺ സിൻഡ്രോം നമ്മുടെ സമൂഹം പിന്നിലേക്ക് കൊണ്ടുവന്നിരുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിൽ അവരുടെ കേപ്പബിലിറ്റി, അവരുടെ സ്കില്ലുകളെ തിരിച്ചറിഞ്ഞ് സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നൊരൊറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് മാർച്ച് 21 ഡൗൺ സിൻഡ്രോം ഡേ ആയിട്ട് നമ്മൾ കാണുന്നത്. ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത് ഒരു കോമൺ ആയിട്ടുള്ള ജനറ്റിക് കണ്ടീഷനാണ്. അതായത് ഒരു ഭ്രൂണം ഡെവലപ്പായി കഴിയുമ്പോൾ ആ ഭ്രൂണത്തിൽ 46 ക്രോമോസോമുകളാണ് ഉള്ളത്. അതിൽ 21ാമത്തെ ക്രോമോസോമിൽ അബ്നോർമാലിറ്റി സംഭവിക്കുമ്പോഴാണ് അതൊരു ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്ന കണ്ടീഷനായി മാറുന്നത്. ഡൗൺ സിൻഡ്രോം കുഞ്ഞുങ്ങളിലുണ്ടാകുന്നതായ സംസാരശേഷിയെ സംബന്ധിച്ചുള്ള കഴിവുകൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ഒരു നിമിഷം നോക്കാം. പ്രധാനമായിട്ടും ഡൗൺ സിൻഡ്രോം കുഞ്ഞുങ്ങൾ കാണുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് കമ്മ്യൂണിക്കേഷനിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ. അതായത് അവരുടെ ആവശ്യങ്ങൾ അറിയിക്കുവാനുള്ള ബുദ്ധിമുട്ടുകൾ, ഇൻ്റലിജിബിൾ ഡിസബിലിറ്റി, കോഗ്നിറ്റീവ് ഇമ്പയർമെൻറ്റ്, ചില കുട്ടികൾ കാണുന്നതായ ഹിയറിംഗ് ലോസ്, അതുപോലെ തന്നെ ചില വാക്കുകൾ ഉച്ചരിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ, ഇവയൊക്കെയാണ് കോമൺ ആയിട്ടും സ്പീച്ച് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് എന്ന് പറയുന്നത്. മുമ്പ് പറഞ്ഞതുപോലെ സ്പീച്ച് പ്രശ്നങ്ങളുള്ള ഡൗൺ സിൻഡ്രോമിക്കായുള്ള കുഞ്ഞുങ്ങളെ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാമെന്നുള്ളത് നോക്കാം. അതിനാദ്യമായി നമുക്ക് വേണ്ടത് ഏർലി ഇൻ്റർവെൻഷനാണ്. അതായത് ഈ കുഞ്ഞുങ്ങളിലെ എന്ത് പ്രശ്നങ്ങളാണ് ഉള്ളത്, അല്ലെങ്കിൽ സ്പീച്ച് സംബന്ധമായ എന്ത് പ്രശ്നങ്ങളാണോ അത് കണ്ടെത്തി അതിന് വേണ്ടതായ ഒരു മെഡിക്കൽ പ്രൊഫഷണലുടെ സഹായം തേടുക എന്നതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അവരിൽ നിന്ന് വേണ്ടതായ പ്രോപ്പർ ഗൈഡൻസിലൂടെ, അവരുടെ പ്രോപ്പർ തെറാപ്പിയിലൂടെ ഈ കുഞ്ഞുങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമുക്ക് ഇമ്പ്രൂവ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇൻ കേസ് ഇപ്പോൾ തെറാപ്പി അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ഈ മെഡിക്കൽ പ്രൊഫഷണലിൻ്റെ സഹായത്തോടെ വേണ്ടതായ ഗൈഡൻസ് എടുത്തുകൊണ്ട് വീട്ടിൽ നിന്ന് തന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടതായ സപ്പോർട്ടും കെയറും കൊടുക്കുക എന്നതാണ്. അതിലൂടെ നമുക്ക് അവരുടെ സംസാരശേഷി വർദ്ധിപ്പിച്ച് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. പ്രോപ്പർ ഗൈഡൻസിലൂടെയും തെറാപ്പിയിലൂടെയും ഈ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് നല്ല ചേഞ്ചസ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതായത് അവരുടെ സംസാരശേഷി വർദ്ധിപ്പിക്കുന്നതിലൂടെ അവരൊരു ആത്മവിശ്വാസം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അവരുടെ ആവശ്യങ്ങൾ, അവരുടെ ഡേ ടു ഡേ ലൈഫിൽ വേണ്ട കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടതായ കാര്യങ്ങൾക്ക് അവർക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളായിരിക്കും. അതുമാത്രമല്ല സമൂഹത്തിന് മുമ്പിൽ ഒരു സോഷ്യൽ ഇൻട്രാക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. മാത്രമല്ല മറ്റെന്തെങ്കിലും ഒളിഞ്ഞിരിക്കുന്ന സ്കില്ലുകളെ ഈ സമൂഹത്തിന് മുമ്പിലേക്ക് മുന്നോട്ട് കൊണ്ടുവരാനും ഈ ട്രെയിനിങ്ങിലൂടെ നമുക്ക് സാധിക്കാറുണ്ട്. അവരുടെ എന്ത് കഴിവുകളാണോ ആ കഴിവുകളെ വർദ്ധിപ്പിച്ചെടുക്കുന്നതിലൂടെയും ആ കഴിവ് മറ്റൊരാളുമായിട്ട് ഒരു കോൺവെർസേഷൻ സ്കില്ലിലൂടെ അത് ഡെവലപ്പ് ചെയ്തെടുക്കാനും ഈ കുഞ്ഞുങ്ങൾക്ക് സാധിക്കാറുണ്ട്. സമൂഹത്തിൽ നിന്നും ഒരിക്കലും ഒറ്റപ്പെട്ട് നിൽക്കേണ്ടവരല്ല, മറിച്ച് അവരിലെ കഴിവുകളെ, അവരുടെ സ്കില്ലുകളെ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിച്ച് അതിന് വേണ്ടതായ പ്രോത്സാഹനം കൊടുത്ത് നമ്മൾ ഒരാളായി നിർത്തുക എന്നതാണ് നമ്മൾ എല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അതിനുവേണ്ടി നമുക്കെല്ലാവർക്കും ഒന്നിച്ച് പ്രയത്നിക്കാം. താങ്ക് യു.